നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല വ്യാജ ഡോക്ടർമാരും വ്യാജ വൈദ്യന്മാരുമെല്ലാം നമ്മുടെ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരൊരു വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ അവർ ഇപ്പോഴും ആളുകളെ ചികിത്സിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ സമൂഹത്തിൽ ഈ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നല്ല രീതിയിലായിരിക്കും ആളുകളോട് പെരുമാറുന്നതും അല്ലെങ്കിൽ അവർ ചികിത്സിക്കുന്നതും മറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു വ്യാജ ഡോക്ടറുടെ ശസ്ത്രക്രിയയെ തുടർന്ന് 15 വയസ്സുകാരൻ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബീഹാറിലെ സരണിലാണ് ഈ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു 15 വയസ്സുകാരനെ പിത്തസഞ്ചിയിൽ നിന്ന് കല്ല് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയായിരുന്നു നടത്തിയിരുന്നത്. അതും ഈ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തണമെന്ന് ഈ കുട്ടിയുടെ വീട്ടുകാരെ ഇയാൾ ധരിപ്പിച്ചിരുന്നത്. പിന്നീട് ഈ ഒരു ഡോക്ടർ യൂട്യൂബ് വീഡിയോ നോക്കിയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ ചെയ്തത് എന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് കുട്ടിയെ ഛർദിയെ തുടർന്ന് അജിത് പുരി എന്ന ഡോക്ടർ നടത്തുന്ന ക്ലിനിക്കിൽ എത്തിച്ചത്. കുട്ടിയുടെ സ്ഥിതി മോശമാണെന്നും അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നും അജിത് പുരി പറഞ്ഞു. ശസ്ത്രക്രിയ തുടങ്ങിയതിന് പിന്നാലെ കുട്ടിയുടെ നില വഷളാവുകയായിരുന്നു. പട്നയിലെ ആശുപത്രിയിലേക്ക് പിന്നീട് കുട്ടിയെ കൊണ്ടുപോകുകയായിരുന്നു. ആ കൊണ്ടുപോകുന്നതിനിടയിൽ കുട്ടി പലതവണ ഛർദ്ദിക്കുകയും സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കുട്ടി മരിച്ചത്. ഏതായാലും ഛർദി നിലച്ചിട്ടും ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഈ ഡോക്ടർ പറയുകയായിരുന്നു. ആംബുലൻസ് നിർത്തിയപ്പോൾ ഡോക്ടറും സഹായികളും ഇറങ്ങി ഓടിയതായിട്ടാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. വ്യാജ ഡോക്ടറാണെന്ന് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് അജിത് പുരി ഓപ്പറേഷൻ നടത്തിയതെന്നും കുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാജ ഡോക്ടർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഇനി കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്നതിന് ശേഷം മാത്രമാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ വേണമായിരുന്നു, അതും ഈ ഡോക്ടർ തെറ്റി പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ ഇത്രയും കാലം ഇവിടെ സഹായിച്ചിരുന്നത് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തും. അതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഡോക്ടർ നിലവിൽ ഒളിവിലാണ്. ഈ ഡോക്ടറെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു വ്യാജ ഡോക്ടറുടെ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തലിൽ ഒരു 15 വയസ്സുകാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്.